ഇല്ലെന്ന് ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. ആത്മജ്ഞാനത്തിനുള്ള ഇവന്റെ മനോരഥത്തെ നീ സാധിച്ചു കൊടുക്കണം. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. അതുകൊണ്ടെന്ത് വേണം? എന്റെ തത്വമെന്നോ നിന്റെ തത്വമെന്നോ അല്ല പറഞ്ഞു, പിന്നെ നമ്മുടെ തത്വം എന്ന് പറഞ്ഞെന്താണ്? പ്രകൃതി പുരുഷന്മാരുടെ തത്വത്തെ അറിയുമ്പോഴാണ് സത്യത്തെ പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുക. സാഖ്യദർശനപ്രകാരം പ്രകൃതി പുരുഷ സംയോഗമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ച ശക്തിയെക്കുറിച്ച്, പ്രകൃതി പുരുഷ ബന്ധത്തെക്കുറിച്ച്, പ്രകൃതി തത്വങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കും. കപിലന്റെ സാഖ്യവും ഭഗവത്ഗീതയിലെ സാഖ്യവും ഒക്കെ തമ്മിൽ കുറച്ചൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട്. പോട്ടെ, അതിലേക്കൊന്നും പോകാൻ സമയമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ചിന്മയേ ചിത്തമയം, അതാണ് ചിന്മയം. ചിത്ത് അറിവ് ബോധം. ജഗത് മയേ ജഗന്മയേ. സന്മയേ സദ്മയേ സന്മയേ. സത്ത് എന്ന് പറഞ്ഞാൽ ത്രികാലത്തും മാറ്റമില്ലാതെ നിൽക്കുന്ന പരമാത്മ ചൈതന്യം. മായാമയേ, അതേസമയത്ത് മായയുടെ വികാരവും കൂടിയാണ് ഈ പ്രപഞ്ചം. അതൊക്കെ സൂചിപ്പിച്ചു ദേവിയെ. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കൊടുക്കുന്നു ഹനുമാൻ സ്വാമിക്ക്. എന്ത്? ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ. ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ശരിക്കും ബ്രഹ്മജ്ഞാനത്തിന് അർഹരായിട്ടുള്ള ആളുകള് ദുർലഭമാണ്. അങ്ങനെ ദുർലഭമായ ഒരു പാത്രയോഗ്യത നേടിയ ആളാണ് ഇവൻ. അതുകൊണ്ട് എന്ത് വേണം? ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ. ഒരു ബ്രഹ്മജ്ഞാനാർത്ഥിയെ കണ്ടുകിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഭഗവാൻ ഗീതയിൽ പറയും, മനുഷ്യാണാം സഹസ്രേഷു കച്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കച്ചിത് മാം വേത്തി തത്വതഃ. അപ്പൊ ബ്രഹ്മോപദേശത്തിന് ദുർലഭമായ ഒരു പാത്രമാണ് ഈ ഭഗവാൻ ഹനുമാൻ സ്വാമി എന്ന് ഭഗവാൻ സർട്ടിഫൈ ചെയ്യുന്നു. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനിടൂ. ബ്രഹ്മജ്ഞാനാർത്ഥിയെ തന്നെ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. അതിൽ ഉത്തമന്മാരെന്ന് പറയുന്നത് ഹാൻഡ്ഫുള്ള് പോലും ഉണ്ടാവില്ല. അതിലും ഉത്തമൻ എന്നർത്ഥം. നോക്കൂ, ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനിടൂ. ഉത്തമന്മാരായിട്ടൊരു 5 പേരുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയല്ലേ, ഒന്നോ ഒരു മുറിയോ ആളൊക്കെ അല്ലേ? ആ ഒരു മുറി എന്തിനെ സൂചിപ്പിക്കുന്നു? ഹൗ സ്കേഴ്സ് ഇറ്റ് ഈസ്, എത്ര ദുർലഭമാണെന്ന് സൂചിപ്പിക്കുന്നു. ഭഗവാൻ ഭംഗിയായിട്ട് ഗീതയില് സൂചിപ്പിക്കും. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ദേവിയും ശ്രീരാമദേവനും തത്വം ഉപദേശിക്കുന്ന ഭാഗമാണ്. 1 മണിക്കൂർ കൊണ്ട് കാണാവുന്നത് കാണാം ഈ സെഷൻ. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. ദേവിയുടെ വകയായിട്ട് കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്താണ്? അഡ്രസ് ചെയ്തത് എന്താണ്? ഏറ്റവും തനിക്ക് പ്രിയപ്പെട്ട പുത്രനെ വിളിച്ചിട്ട് എന്താണ് പറയുന്നത്? വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. വീരന്മാരെ വീരെന്നും അല്ല വിളിച്ചത്, ഇല്ലേ? വീരന്മാര് ചൂടുന്ന കിരീടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ല് എന്നർത്ഥം. എന്താ വിശേഷണം? ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ. ശ്രീരാമപാദഭക്തപ്രവരൻ. ശ്രീരാമഭക്തനൊന്നും അല്ല പറഞ്ഞു. പിന്നെ നമ്മുടെ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനമാണ് പാദഭക്തി. അൻപോടതിന്നരികിൽ വായിക്കുന്നതല്ല തവ നിൻ പാദഭക്തിലത. ഹരിനാമകീർത്തനം. പാദഭക്തിയാണ് അല്ലേ? നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പ്രാർത്ഥന എന്ന് പറഞ്ഞു. പാദത്തിന്റെ ഭക്തി, പാദങ്ങളിലുള്ള ഭക്തി. പാദഭക്ത വെറും പാദഭക്തനുമല്ല, പിന്നെ പാദഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠന്മാരായവരിൽ വെച്ച് ശ്രേഷ്ഠനായവൻ. പ്രവരൻ പ്രകർഷേണ കേട്ടാലും നീ. അങ്ങനെ അഡ്രസ് ചെയ്തിട്ടാണ് തത്വത്തെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഇതാണ് പരമമായ തത്വോപദേശം കൊടുക്കുന്ന ഭാഗമാണ്. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. ഏകം അദ്വയം 2 വാക്കുകൾ നേരത്തെ വിശദീകരിച്ചതാണ്. പരബ്രഹ്മം എന്ന്
നിശ്ചലം. എന്തുകൊണ്ട് നിശ്ചലം എന്ന് പറയുന്നു? ചലിക്കുന്നത് എന്താണ്? ചലനം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഉള്ളിടത്ത് നിന്ന് ഇല്ലാത്തടത്തേക്കുള്ള പോക്കിനെയാണ് ചലനം എന്ന് പറയുന്നത്. ഈ ശരീരം നേരത്തെ പടിഞ്ഞാറ് നേരം മാത്രമേ ഉണ്ടായിരുന്നു, അവിടുന്ന് ചലിച്ച് പാകിസ്ഥാനിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്താ? അത് അല്പവ്യാപിയായ ശരീരത്തിനെ ചലനം, സർവവ്യാപിയായ ഒന്ന് ഇങ്ങോട്ട് ചലിക്കുക. ലോജിക്കലായിട്ട് യുക്തിപൂർവം വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ബുദ്ധി സ്വീകരിക്കുകയില്ല എന്ന്. മനസ്സ് ചിലപ്പോൾ സ്വീകരിച്ചെന്ന് പറയും, ഓ യെസ് അനുസരണയോടെ ഞാനിതാ. ബുദ്ധി സ്വീകരിക്കില്ല എന്നർത്ഥം. ബുദ്ധി സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? യുക്തിപൂർവം ബുദ്ധിക്ക് പറഞ്ഞു കൊടുക്കണം എന്നർത്ഥം. അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്നർത്ഥം. അപ്പൊ നിശ്ചലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതെന്നാണ് സൂക്ഷ്മമായ അർത്ഥം. വിശ്വം വിഷ്ണുർ എവിടെയാ കേട്ടിരിക്കുന്നത്? എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ? സഹസ്രനാമം തുടങ്ങുന്നത് അങ്ങനെയാണ് എന്നർത്ഥം. അവിടെ വിഷ്ണു ശബ്ദത്തിന് എന്താ അർത്ഥം? വ്യാപനത്വേന വിഷ്ണുഹു, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒന്ന് ഒരിക്കലും ചലിക്കാൻ സാധ്യമല്ല. ചലിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിടത്ത് നിന്ന് ഇങ്ങോട്ട്, ഈ കൈ ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് മാറുമ്പോൾ ചലിച്ചു എന്ന് പറയാം. എല്ലായിടത്തും വ്യാപിച്ച ഒന്നിന് എവിടെ ചലനം? അതുകൊണ്ട് നിശ്ചലം. സർവോപാധി നിർമുക്തം, സർവ ഉപാധി വിനിർമുക്തം. നേരത്തെ പറഞ്ഞു ഉപാധി സഹിതം ഉപാധിരഹിതം. ജീവൻ ഉപാധി സഹിതമാണ്, ഭഗവാൻ ഉപാധി രഹിതമാണ്. സർവോപാധി നിർമുക്തം സത്താമാത്രം, പ്യൂർ എക്സിസ്റ്റൻസ് എന്നാണ് സത്താമാത്രം എന്നുള്ളതിൻ്റെ അർത്ഥം. ശുദ്ധ ഉണ്മ മാത്രം അല്ലേ? ഈ ഉണ്മയൊക്കെ എവിടെയാണ് സാധിക്കുന്നത്? ഭഗവത് ചൈതന്യത്തിൽ മാത്രമാണ്. മൈക്ക് ഉണ്ട്, പുസ്തകം ഉണ്ട്, ഞാൻ ഉണ്ട്. ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ള എന്താണ്? ഉണ്ട് 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 എന്നുള്ള ഉണ്മയെ സൂചിപ്പിക്കുന്നു. അത് മുഴുവൻ ഏതിലാണ് നിൽക്കുന്നത്? ഭഗവാനിലാണ്. അതുകൊണ്ട് സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിശ്ചയിച്ചറിഞ്ഞുകൂടാനൊക്കാത്തതാണ് ഒരു വസ്തുവാണ്. അതെന്ത് ശ്രീരാമദേവനെ വസ്തു എന്ന് വിശേഷിപ്പിച്ച്? ആ സാധനമാണ്. എന്തുകൊണ്ട് വസ്തു എന്ന് പറഞ്ഞു? വാസ്തവത്തിൽ അസ്തിത്വമുള്ള ഒന്നിനെയാണ് വസ്തു എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്ന വസ്തുവിന്റെ ആധാരം അല്ലേ? ആ വസ്തുവല്ല ഇവിടെ സൂചിപ്പിക്കുക. പ്രോപ്പർട്ടി എന്ന അർത്ഥത്തിലുള്ള വസ്തുവിനെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ സത്താമാത്രമെന്നും സത്യമെന്നും സന്മയം എന്നൊക്കെ സൂചിപ്പിച്ച അതേ വാക്കിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നിശ്ചയിച്ചറിഞ്ഞുകൂടാത്ത വസ്തുവാണ് ഭഗവാൻ. എന്തുകൊണ്ട്? സാധാരണ ഒരു വസ്തുവിനെ അറിയാൻ ഉള്ള ഉപാധികൾ കൊണ്ടൊന്നും ഭഗവത് തത്വത്തെ അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാനെ അഗ്രാഹ്യം എന്ന് വിശേഷിപ്പിക്കുന്നു. കാരണം ഒരു വസ്തുവിനെ നമ്മൾ ഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലേ, നാമം കൊണ്ട്, രൂപം കൊണ്ട് അല്ലേ, കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക എന്ന 5 പ്രക്രിയ കൊണ്ട്, അത് മുഴുവൻ സാധിച്ചില്ലെങ്കിൽ അതിൽ ഏതെങ്കിലുമൊക്കെ പ്രക്രിയകൾ കൊണ്ട് ഒരു വസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി അത് അല്ലാത്ത ഒന്നിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ അറിയാം. എങ്ങനെ? മനസ്സുകൊണ്ട് സങ്കല്പിക്കാം അല്ലേ? അങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കാനോ മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ ബുദ്ധിയുടെ വിചാര പരിധിയിലോ വരുന്നതല്ല ഭഗവത് ചൈതന്യം. എന്തുകൊണ്ട്? ഈ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ്. അപ്പൊ ഏതൊരു ചൈതന്യമാണോ ഇവയിലൊക്കെ കൂടി പ്രകാശിക്കുന്നത്, ആ ചൈതന്യത്താൽ പ്രവർത്തിക്കുന്ന ഉപാധികളെ കൊണ്ട് ആ ചൈതന്യത്തെ അറിയാൻ സാധ്യമല്ല. ഉദാഹരണം, ടോർച്ചിന്റെ ഉദാഹരണം നമ്മൾ
പറഞ്ഞിട്ടുണ്ട് പണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ആവർത്തിക്കാം അല്ലേ. നല്ല ഇരുട്ട് മുറിയിൽ ടോർച്ചും കൊണ്ട് കയറിയപ്പോൾ ഒരു ചെറിയൊരു ശങ്ക, ഇതിനകത്ത് ഏത് ബാറ്ററിയാണ് ഇട്ടിരിക്കുന്നത് ഒന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു നമുക്കൊക്കെ അറിയാം അല്ലേ. ബാറ്ററി ഇറക്കുന്ന അതഴിക്കുന്നതോടുകൂടി ആശയം വ്യക്തമാണല്ലോ. ഏതൊരു ബാറ്ററിയുടെ പ്രകാശം കൊണ്ടാണോ ആ ബൾബ് പ്രകാശിച്ചുകൊണ്ടിരുന്നത്, ആ പ്രകാശം കൊണ്ട് ആ ബൾബിനെ, വ്യക്തമായില്ലേ ആശയം? അതാണ് പറയാൻ കാര്യം അല്ലേ. ഇനി ഒരുപാട് പറയാനുണ്ട്, സൂചിപ്പിച്ചു എന്ന് മാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞു കൊണ്ടാലും നീ. അവിടെ അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ, അതിനെ ഈ ഉള്ളിൽ സൂചിപ്പിക്കുന്നത് മനോബുദ്ധ്യാദികളിൽ വേണം ഈ ഉറപ്പ്. ഉള്ളിൽ നിന്ന് സൂചിപ്പിച്ചത് മനോബുദ്ധ്യാദികളെ. നിശ്ചയിച്ചറിഞ്ഞുകൂടാത്തതാണ് ഭഗവത് തത്വം എന്ന് മനസ്സിനെയും ബുദ്ധിയെയും ബോധിപ്പിക്കുമ്പോൾ മാത്രമേ മനസ്സും ബുദ്ധിയും അടങ്ങുകൊള്ളൂ. നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. നിർമ്മലം പറഞ്ഞു കഴിഞ്ഞതാണ്, മലമില്ലാത്തത്, അഴുക്കില്ലാത്തത്. എന്തുകൊണ്ട്? മായയോട് ചേർന്ന് നിൽക്കുമ്പോഴും മായയാൽ ബാധിക്കപ്പെടാത്തവൻ എന്നാണ് നിർമ്മലൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇതൊക്കെ ആഴത്തിലുള്ള അർത്ഥത്തെ മനസ്സിലാക്കാൻ കഴിയട്ടെ എന്നർത്ഥം. ഇപ്പൊ നിർമ്മലം എന്ന് പറഞ്ഞാൽ അഴുക്കില്ലാത്തതെന്ന് മാത്രം പറഞ്ഞു പോകാം, പക്ഷെ നമുക്ക് പഠിക്കുമ്പോൾ അത് പോരാ. പിന്നെ മായാമാലിന്യം, മായയോട് ചേർന്ന് നിൽക്കുന്നെങ്കിലും മായാതീതനായ ഭഗവാൻ. മായാതീതനും മായാധീനനും തമ്മിൽ എന്താ ചെറിയൊരു അക്ഷര വ്യത്യാസമേ ഉള്ളൂ. ഭഗവാൻ മായാതീതനാണ്, ജീവൻ മായാധീനനാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നിർമ്മലം നിരഞ്ജനം, നിർമ്മലം എന്നുള്ളതിന്റെ അതേ അർത്ഥമാണ് നിരഞ്ജനം സൂചിപ്പിക്കുന്നത്. അഞ്ജനം എന്ന് പറഞ്ഞാൽ കൺമഷി, കറുപ്പ്, അഴുക്കിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നിർഗുണം നിർവികാരം, നിർഗുണം എന്ന് പറഞ്ഞാൽ ഗുണാതീതമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ മായാതീതം എന്ന് തന്നെ അർത്ഥം. മായയിൽ കൂടിയാണ് ത്രിഗുണങ്ങളുടെ പ്രതിഭാസം, എക്സ്പ്രഷൻ, മാനിഫെസ്റ്റേഷനൊക്കെ വരുന്നത്. അപ്പോൾ മായാസംബന്ധമില്ലാത്ത ഭഗവാൻ എന്താണ്? നിർഗുണനാണ്. നമ്മൾ പറയുമ്പോൾ എന്താ പറയുന്നത്? നിർഗുണ പരബ്രഹ്മ. ഒരു ഗുണവുമില്ല, ഒരു മനുഷ്യർക്ക് അവനെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. ഈ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഗുണത്തെന്നുള്ള വാക്കിനെ വ്യാഖ്യാനം ചെയ്തിട്ട് പറയുന്നത് സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതമായ അല്ലേ. ഭഗവാൻ അർജുനനോട് പറയും, ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. നിസ്ത്രൈഗുണ്യോ ഭവ ഹേ അർജുന. നിസ്ത്രൈഗുണ്യം എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾക്ക് അതീതമാകും. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം. വികാരം എന്ന് പറഞ്ഞാൽ അവിടെ മലയാളത്തിലെ വികാരമല്ല, പിന്നെ വികാരം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർമേഷൻ, ചേഞ്ച്, മാറ്റം എന്നർത്ഥം, രൂപാന്തരം എന്നർത്ഥം അല്ലേ. ഒരവസ്ഥയിൽ നിന്ന് മാറി 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 വന്നു. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഇങ്ങനെ കാലദേശങ്ങളാകുന്ന ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് അനുനിമിഷം മാറ്റത്തിന് വിധേയമായിരിക്കുന്നു. ജഗ 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 എന്നാണ് പറയുന്നത്. ജഗത്തെന്ന് പേര് വന്നത് തന്നെ അതുകൊണ്ടാണ്. ജാഗ ജാഗ, താ വളരെ കുറവാണ് എന്നത് അല്ലെ. ജാ ജനിക്കുന്നു, ഗാ പോകുന്നു, താ തിഷ്ഠതി നിൽക്കുന്നു അല്ലെ. വരവ് ഇത്ര നേരം നിൽക്കല്, പോക്ക്, ഇതാണ് ജഗത്തിന്റെ സ്വഭാവം. നേരത്തെ പറഞ്ഞില്ലേ, പാരമാർത്ഥിക സത്തയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ജഗത്ത് മിഥ്യയാണ്, ബ്രഹ്മസത്യം, ജഗന്മിഥ്യ. ജഗത്തുണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നതാണ്. ബ്രഹ്മത്തിന് ഉണ്ടാകലും ഇല്ലാതാകലും ഇല്ല, എപ്പോഴും ഉള്ളത്. അപ്പൊ നിർവികാരം എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവാത്തത്. മാറ്റം ഉണ്ടാകുന്നത് എപ്പോഴാണ്?
ഒന്ന് മായാധീനമാകുമ്പോൾ രണ്ടും ഒന്ന് തന്നെ, എങ്കിലും രണ്ടെന്ന് പറയുന്നെന്ന് മാത്രം, കാലദേശങ്ങളുടെ ഉള്ളിൽ പെട്ടതാണ്. ഭഗവാൻ മാത്രമാണ് കാലദേശാവധിഭ്യാം നിർമുക്തമായിട്ടുള്ളത്. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം സത്തമയം. രണ്ടർത്ഥമുണ്ട്. സത്തിനോട് ചേർന്ന് നിൽക്കുന്നത് അഥവാ സത്തായിട്ടിരിക്കുന്നത് കൊണ്ട് മായയോട് ചേർന്നിരിക്കുന്നതെന്നും രണ്ടർത്ഥം സൂചിപ്പിക്കാറുണ്ട്. ശാന്തം, അല്ലെ, ത്രിഗുണാതീതമായതുകൊണ്ട് ശാന്തം. മായാഗുണങ്ങളായ സത്വരജസ്തമോ ഗുണങ്ങളാണ് ഉള്ളിലെപ്പോഴും ക്ഷോഭത്തെ ഉണ്ടാക്കുന്നത്. ശുദ്ധ സത്വഗുണത്തിലെത്തുമ്പോൾ തന്നെ ശാന്തം അവസ്ഥയുണ്ടാകും. അപ്പം ആ സത്വഗുണത്തിനും അതീതമാകുന്ന ഒരവസ്ഥയിലെത്തുമ്പോഴോ പരമമായ ശാന്തി എന്നർത്ഥം. ഗുരുമഹിമ പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് കുചേലിനോട് പറയുന്ന ഒരു വാചകം ഒരുപാട് കോട്ട് ചെയ്യുന്നതാണ്. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. അവിടെ പ്രശാന്തയേ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. പ്രകർഷേണ ശാന്തമാകുന്നു, ഒരു തരത്തിലും ഉദ്വിഗ്നമാകാത്ത മനസ്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗീത പഠിച്ചില്ലേ? ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർമുനി ഉച്യതേ. ആരാണ് സ്ഥിതപ്രജ്ഞൻ? ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ സൂചിപ്പിച്ചു. അപ്പോൾ സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം, സദാ ആനന്ദത്തിൽ തന്നെയാണ്. പണ്ടൊരാള് സദാനന്ദൻ എന്ന് പേരുമൊക്കെ ഇട്ടിട്ട് അമേരിക്കയിൽ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവരതെങ്ങനെയാ വായിച്ചത്? സാഡ് ആനന്ദൻ. SADANANDA എന്നാണല്ലോ എഴുതുക. അവർ ഡി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം യു ആർ സാഡ് ആനന്ദൻ. സദാനന്ദൻ അവിടെ ചെന്നപ്പോൾ സാഡ് ആനന്ദനായി. അപ്പൊ സദാനന്ദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഖണ്ഡ സച്ചിദാനന്ദ ഭാവത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്തവൻ. എന്തുകൊണ്ട്? അൺകണ്ടീഷണലായ നിരപേക്ഷമായ ആനന്ദം അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അതിൽ നിന്ന് താഴോട്ട് വരവില്ല. ഇല്ല, നേരത്തെ പറഞ്ഞ യുക്തിപൂർവ്വം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കൂ എന്നർത്ഥം. സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ. വീണ്ടും വന്നു വസ്തു എന്നുള്ള വാക്ക്. ഇനി അത് വിശദീകരിക്കണ്ടല്ലോ, മനസ്സിലായതാണ്. ജന്മനാശ ആദി. എന്താ അവിടെ ആദി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എക്സെട്ര ഇംഗ്ലീഷിൽ എന്താണ് അർത്ഥം? മുതലായവ. എന്ത് മുതലായവ? അസ്ഥി ജായതേ വർദ്ധതേ വിവരണമതേ അപക്ഷ്യതേ നശ്യതി. ഷഡ്ഭാവങ്ങൾ ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, വളരുന്നു, അസുഖം ബാധിക്കുന്നു, ചീഞ്ഞളിയുന്നു, നശിക്കുന്നു. മനസ്സിലായല്ലോ? ബർത്ത്, എക്സിസ്റ്റൻസ്, ഗ്രോത്ത്, ഡിസീസ്, ഡീകേ, ഡെത്ത്. ഇപ്പൊ സംസ്കൃതമായി, മലയാളമായി, ഇംഗ്ലീഷുമായി. ഇനി സംശയമില്ലല്ലോ. പ്രപഞ്ചത്തിലുണ്ടാകുന്ന സകലതിനും ഈ 6 ഭാവങ്ങൾ ഉണ്ട്. ഇതിനെയാണ് ഷഡ്ഭാവം എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഷഡ്ഭാവങ്ങൾക്ക് അതീതമായത് എന്നാണ് ആ സൂചന എന്നർത്ഥം. ജന്മനാശാദികൾ ഇല്ലാത്ത പരബ്രഹ്മവസ്തുവാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കി. അപ്പൊ ശ്രീരാമനെ ഇങ്ങനെയൊക്കെയാണോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ആലോചിച്ചോളൂ. ഇത് ഹനുമാനോട് പറഞ്ഞു കൊടുത്തല്ലേ, എന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. ശാസ്ത്രം എവിടെയെങ്കിലും ഉദ്ധവരോട് പറഞ്ഞു, അർജുനനോട് പറഞ്ഞു, ലക്ഷ്മണനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും നേരെ വിരൽ ചൂണ്ടിയിട്ട് നമ്മോട് പറഞ്ഞു തരുന്നതാണ് ഈ ഉപദേശം എന്ന് മനസ്സിലാക്കണം. പിന്നെയോ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം. എന്താ വാക്കുകളുടെയൊക്കെ ഒരു ചേർച്ച എന്ന് നോക്ക്. സർവകാരണം, സർവത്തിനും കാരണമായ, കാരണമില്ലാത്ത കാരണം അഥവാ പരമമായ കാരണം.
മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? പണ്ടുമുതലേയുള്ള ചോദ്യമാണ് ഇല്ലേ? മാങ്ങയാണോ മാവാണോ മാങ്ങേണ്ടിയാണോ ആദ്യം ഉണ്ടായത്? എന്ത് ഉത്തരം പറയാം? മുട്ടയുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിൽക്കുമ്പോൾ കോഴിയാണ് ആദ്യം ഉണ്ടായത്, കോഴിയുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിൽക്കുമ്പോൾ മുട്ടയാണ് ആദ്യം ഉണ്ടായത്. അതിനെയാണ് കാര്യകാരണം എന്ന് സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷിൽ കോസ് ആൻഡ് ഇഫക്റ്റ്. അപ്പോൾ മുട്ടയ്ക്ക് കാരണം കോഴി, കോഴിക്ക് കാരണം മുട്ട, അഥവാ മാവിന് കാരണം മാങ്ങാണ്ടി, മാങ്ങാണ്ടിക്ക് കാരണം മാവ് എന്ന് പറഞ്ഞാൽ ഈ കാര്യകാരണ ബന്ധം പ്രകൃതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ മകന്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അച്ഛൻ കാരണവും മകൻ കാര്യവുമാണ്. പക്ഷെ ആ മകൻ ഒരു കുട്ടിയായി കഴിയുമ്പോഴോ ആ മകൻ കാരണമാകുന്നു കുട്ടി. അപ്പൊ ഈ കാര്യകാരണ ബന്ധങ്ങൾക്കൊരു പൂർണ്ണമായ നിർവചനം അല്ലെങ്കിൽ നിരപേക്ഷമായ ഒരു അവസ്ഥ പറയാൻ സാധ്യമല്ല എന്നർത്ഥം. കാര്യവും കാരണം എവിടെ നിന്ന് നോക്കുന്നു എന്നനുസരിച്ച് ഈ കാര്യകാരണ ബന്ധങ്ങൾ മാറും. പക്ഷെ ഇങ്ങനെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, എനിക്ക് ഞാനാകുന്ന കാര്യത്തിന് കാരണം എൻ്റെ അച്ഛനാ, ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്തും? കാരണമില്ലാത്ത ഒരു കാരണം ഉണ്ടാകണം. അതിനെയാണ് അൺകോസ്ഡ് കോസ് അഥവാ കോസ്ലെസ് കോസ് അഥവാ കാരണമില്ലാത്ത കാരണം എന്ന് പറയുന്നത്. അതിനൊരു കാരണം ഇല്ല, അതുകൊണ്ട് അതിനെ പരമകാരണം എന്ന് വിശേഷിപ്പിക്കും. അതാണ് സർവകാരണം എന്ന് സൂചിപ്പിച്ചത്. സർവത്തിനും കാരണം. ഈ കാരണം എന്ന് വായിക്കുമ്പോൾ ഒട്ടനെ ഓർത്തോണം കാര്യം എന്ന വാക്കും കൂടി എന്നർത്ഥം. കാര്യകാരണ നിയമം. എന്ത് കാര്യകാരണ നിയമം? കാരണമില്ലാതെ കാര്യം ഇല്ല. There is no effect without a cause. ഉദാഹരണം, there is no gold ornament without എങ്കിൽ എന്ത് സൗകര്യമായിരുന്നില്ലേ? ഗോൾഡൊക്കെ കൊണ്ട് ബാങ്കിലും വെച്ച് ഓർണമെന്റ്സ് ഒക്കെ ഞാനും എന്ത് സൗകര്യമായിരുന്നേനെ അല്ലേ? ഗോൾഡ് ഓർണമെന്റ്സ് ആകുന്ന ഇഫക്റ്റ് കാര്യം നിലനിൽക്കുന്നത് ഗോൾഡാകുന്ന കാരണവസ്തു ഉള്ളതുകൊണ്ട് മാത്രമാണ്. അഥവാ സ്വർണമാകുന്ന കാരണവസ്തുവിന് നാമരൂപങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയാണ് സ്വർണ്ണാഭരണങ്ങൾ എന്ന്. ഇപ്പൊ കാര്യവും കാരണവും തമ്മിലുള്ള ബന്ധം എന്താണ്? കാരണവസ്തുവിന്റെ കാര്യരൂപങ്ങളോടുകൂടിയ അവസ്ഥയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പൊ കാരണം പ്ലസ് നാമരൂപങ്ങൾ ഈസ് ഈക്വൽ ടു കാര്യവസ്തുക്കൾ. അവിടെ പ്ലൂറലുണ്ട്. കാരണത്തിന്റെ കൂടെ പ്ലൂറൽ ചേർക്കരുതെന്ന്. കാരണങ്ങൾ എന്ന് പറയാറില്ല അല്ലേ? സ്വർണങ്ങളെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പേപ്പറിലൊക്കെ 17,000 ആയി 18,000 ആയി എന്നൊക്കെ എത്ര ലേറ്റസ്റ്റ്? പോട്ടെ അല്ലേ? സ്വർണങ്ങൾക്കൊന്നും ഇതുവരെ എഴുതി കണ്ടിട്ടില്ല. പിന്നെ സ്വർണ്ണത്തിൽ കാരണത്തിന്റെ തലത്തിൽ പ്ലൂറല് ഇല്ല. കാര്യവസ്തുക്കൾ കാരണവസ്തുവിന്റെ നാമരൂപങ്ങളോടുകൂടിയ ഭാവം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലേ? മണ്ണ്, മൺപാത്രങ്ങള്, സമുദ്രം, തിരമാലകള്, ഇങ്ങനെ പലതും നമുക്ക് പറയാൻ സാധിക്കും. ആശയം വ്യക്തമായെന്ന് വിചാരിക്കട്ടെ. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. സർവകാരണം സർവവ്യാപിനം. ആഭരണത്തിൽ എവിടെയാ സ്വർണം വ്യാപിച്ചു നിൽക്കുന്നത്? എല്ലായിടത്തും. അപ്പൊ സർവവ്യാപിനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാരണവസ്തു എന്നുള്ള വാക്ക് തന്നെയാണ് സൂചിപ്പിച്ചത്. എല്ലായിടത്തും വ്യാപിച്ച് സൂക്ഷ്മമായിട്ട് വ്യാപിച്ചു നിൽക്കുന്നതാണ് അതിൻ്റെ കാരണവസ്തു. പരബ്രഹ്മം, ഭഗവാൻ, ഈശ്വരൻ, പരമമായ കാരണം എന്ന് പറയുന്നത് അതാണ്. സർവജ്ഞം, സർവേശ്വരൻ, സർവവ്യാപിനം, സർവാത്മാനം. എന്താണ് സർവാത്മാനം? ഇതുവരെ പറഞ്ഞതൊക്കെ തന്നെ. സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ വ്യാപിച്ചിരിക്കുന്ന അന്തര്യാമിയായ ചൈതന്യം. സർവാത്മാനം
സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവ ഇജ്ഞം. ഇജ്ഞം എന്തിനെ സൂചിപ്പിക്കുന്നു? അറിവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭഗവാനെ കുറിച്ച് എല്ലാവരും പറയുന്ന 3 വാക്കുകളാണ് അതൊക്കെ. എന്ത്? ഭഗവാൻ സർവജ്ഞനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഓംനിപൊട്ടന്റ്, ഓംനിപ്രസന്റ് ആൻഡ് ഓംനീഷ്യന്റ്. ലോകത്തുള്ള എല്ലാ മതവിഭാഗക്കാരും ഒരുപോലെ ആവർത്തിക്കുന്ന വാക്കാണ് ഇത് 3. ഭഗവാൻ സർവവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്. പക്ഷേ ഭഗവാൻ സർവാത്മാവാണ് എന്ന ഭാവം ഭാരതത്തിന്റെ തനത് തത്വശാസ്ത്രമായ സനാതനധർമ്മത്തിൽ മാത്രമാണ്. സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ എന്ന് വേറെ ലോകത്തൊരു തത്വശാസ്ത്രവും പറഞ്ഞിട്ടില്ല. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തത്വശാസ്ത്രമായ സനാതനധർമ്മം മാത്രമാണ് ഉറക്കെ പറയുന്നത്. മറ്റൊക്കെ ദൈവവും ദൈവ സൃഷ്ടികളും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ തത്വശാസ്ത്രത്തിലെ പരമമായ അറിവ് അത് തന്നെയാണ് ഇതെന്ന് ബോധ്യമാകലാണ് എന്നർത്ഥം. സർവാത്മാനം അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ ഓർമ്മയിലിരിക്കട്ടെ. സർവവ്യാപിത്വം, സർവശക്തിത്വം, സർവജ്ഞത്വം എല്ലാവർക്കും ഉള്ളതാണ്. സർവാത്മകത്വം നമ്മുടെ ശാസ്ത്രത്തിന് മാത്രമുള്ളതാണ്. അശനിത്വമല്ലേ? സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ എന്ന് വേറൊരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ സർവാത്മാനം, സർവജ്ഞം, സർവേശ്വരം, സർവസാക്ഷിണം. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാം കാണുന്നു, അറിയുന്നു, പക്ഷെ അതിലൊന്നുമായിട്ടും ബന്ധപ്പെടാത്തയാളാണ് സാക്ഷി. അവ്യയ പുരുഷ സാക്ഷി സഹസ്രനാമത്തില് ഭഗവാൻ ഇതിനെല്ലാം പ്രേരക ശക്തിയായിട്ട് നിൽക്കുന്നു, പക്ഷെ ഇതുമായിട്ട് ഒന്നുമായിട്ടും ബന്ധപ്പെടുന്നില്ല. നിഷ്പക്ഷമല്ല, അതിനേക്കാൾ സാക്ഷിഭാവം എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷത്തേക്കാൾ പ്രത്യേകത. നിഷ്പക്ഷത്തിൽ അതിന് ഉദാസീന ഭാവം എന്ന് പറയും ശാസ്ത്രത്തിൽ. നിഷ്പക്ഷം അതിലും ഉയർന്ന ഭാവമാണ് സാക്ഷ്യം. സൂര്യഭഗവാനെ നോക്കൂ, കർമ്മസാക്ഷിയാണ്. സമസ്ത കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് നിൽക്കുന്നു. പക്ഷെ സൂര്യദേവൻ ഏതിനെങ്കിലും ഒരു കർമ്മവുമായിട്ട് ബന്ധപ്പെടാറുണ്ടോ? സൂര്യപ്രകാശത്തിൽ എന്ത് കർമ്മം നടന്നാലും സൂര്യഭഗവാൻ അതിലെ വണ്ടിയിൽ ഡീസൽ ഒഴിച്ചിട്ട് വേണേ വല്ലവരെയും കൊണ്ട് ഇടിച്ചു കൊല്ലാനും ഉപയോഗിക്കാം ആ വണ്ടി. ഡീസലിനെ ആരെങ്കിലും കുറ്റം പറയാറുണ്ടോ? ആ പെട്രോൾ ബങ്കിൽ നിന്ന് ഡീസൽ എടുത്തപ്പോഴേ വിചാരിച്ചു ഈ വണ്ടി എവിടെങ്കിലും ചെന്ന് ഡീസലിനും പെട്രോളിനും എന്തുവാ ജോലി? അതാത് എഞ്ചിനെ പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി കൊടുക്കുക എന്നുള്ളതല്ലാതെ ഏത് വിധത്തിൽ പ്രവർത്തിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നില്ല. അപ്പൊ ഡീസൽ ഏത് ഭാവത്തിലാണ് നമ്മുടെ വണ്ടിയിൽ കിടക്കുന്നത്? സാക്ഷിഭാവത്തില്. അങ്ങനെ മനസ്സിലാക്കും. എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഡീസൽ വേണം. പക്ഷെ എഞ്ചിൻ എങ്ങനെയാ പ്രവർത്തിക്കേണ്ടതെന്ന് ഡീസലിന് വല്ല അഭിപ്രായമുണ്ടോ? ഇല്ല. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ മൈക്കും ക്യാമറയും ഒക്കെ പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷെ ക്യാമറ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആര് വിചാരിക്കും? ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നയാൾ വിചാരിക്കും. മൈക്കിന് അതിൽ കൂടി വരുന്ന ശബ്ദത്തെ വഹിക്കുക എന്നുള്ളത് മാത്രമേ അറിയൂ. അത് രാമായണമാണോ പറയുന്നത്, യേശുദാസാണോ പാടുന്നതെന്നൊന്നും മൈക്ക് വേർതിരിച്ച് കാണാറില്ല എന്നർത്ഥം. അപ്പൊ സാക്ഷിഭാവത്തെ ഇങ്ങനെ കാണാൻ കഴിയട്ടെ, അതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. സർവസാക്ഷിണം നിത്യം. നിത്യം എന്ന് പറഞ്ഞാൽ ത്രികാല സത്യം എന്നുള്ളതിന്റെ മറ്റൊരു വാക്കാണ് നിത്യം എന്ന് ഉറപ്പിക്കുക. നിത്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് എന്നും എന്നുള്ള മലയാളം വാക്കിനെ തൽക്കാലത്തേക്ക് മറക്കൂ. എപ്പോഴും ഒരേപോലെ നിലനിൽക്കുന്നത്, കാലത്രയത്തിലും അവസ്ഥാത്രയത്തിലും മാറ്റമില്ലാതെ നിൽക്കുന്ന ചൈതന്യമാണ് നിത്യ ശുദ്ധ ബുദ്ധ മുക്ത ഭാവത്തിലുള്ള ഈ വാക്കുകളാണ് വിശേഷിപ്പിക്കുന്നത്. നിത്യ ശുദ്ധ ബുദ്ധ മുക്ത ഭാവം അതാണ്. പിന്നെ
സർവദം സർവാധാരം. ദം ശബ്ദം എന്തിനെ സൂചിപ്പിക്കുന്നു? തരുന്നത്. അഭയദം, പ്രാണദം. അപ്പൊ സർവദം എന്ന് പറഞ്ഞാല് സർവവും തരുന്നത്. എവിടുന്നെല്ലാം വരുന്നത്? ആ ചൈതന്യത്തിൽ നിന്നാണ്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തി ഏന ഭൂതാനി ജീവന്തി യത് പ്രവിശന്തി എന്നൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെ. ഏതിൽ നിന്നാണോ ഈ ഭൂതജാലങ്ങൾ മുഴുവൻ ഉണ്ടായി വരുന്നത്, ഈ ഭൂതജാലങ്ങളൊക്കെ ഏത് ചൈതന്യത്തിലാണോ നിലനിൽക്കുന്നത്, അവസാനം ഇതൊക്കെ ഏതിലേക്കാണോ ലയിച്ചു ചേരുന്നത്, അതാണ് ബ്രഹ്മം. സർവദം സർവാധാരം, സർവത്തിനും ആധാരമായി നിൽക്കുന്ന ചൈതന്യം. ആധാരം, ആധേയം, രണ്ട് വാക്കുകളുണ്ട്. ആധാരം എന്ന് പറഞ്ഞാൽ താങ്ങി നിർത്തുന്നത്, സപ്പോർട്ട്. ആധേയം എന്ന് പറഞ്ഞാലോ യാതൊന്നാണോ താങ്ങി നിർത്തപ്പെടുന്നത് അഥവാ സപ്പോർട്ടഡ്, അതാണ് ആധേയം. അപ്പൊ ആധേയത്തിന് സ്വതന്ത്രമായിട്ട് നിലനിൽപ്പുണ്ടോ? ആധേയം എന്തിൽ നിലനിൽക്കുന്നു? ആധാരത്തിൽ മാത്രം. അപ്പൊ ഈ പ്രപഞ്ചം ആധാരമോ ആധേയമോ? ഒന്ന് ആലോചിക്കണം, പറയാനില്ലേ? പ്രപഞ്ചം ആധാരമോ ആധേയമോ? പ്രപഞ്ചത്തിന് സ്വയമായിട്ട് നിലനിൽപ്പില്ലാത്തപ്പോ അതെന്താണ്? ആധേയമാണ്. ആധാരം സർവദം സർവാധാരം സർവദേവതാമയം, സമസ്ത ദേവതകളിലും കൂടി പ്രകാശിക്കുന്ന ഏത് ചൈതന്യമാണ്? ഒരേ ബ്രഹ്മചൈതന്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പല ഈശ്വരന്മാരൊന്നും ഇല്ല എന്ന് പറയുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹിന്ദുക്കൾക്ക് ഒരുപാട് ഈശ്വരന്മാര്, മാരാരെന്ന് പറയുന്ന പോലെയാണ്, മാരുണ്ട്. ആ പ്രയോഗമേ തെറ്റ്. ഇവിടെ ഈശ്വരന്മാര് ഇല്ല, അല്ലേ? ഒരേ ഈശ്വരനെ ഉള്ളൂ. പിന്നെ ഒരേ ചീഫ് മിനിസ്റ്ററേ ഉള്ളൂ, പക്ഷെ 19 മന്ത്രിമാരുണ്ട്. 19 ചിലപ്പോൾ നാളെ 20 ആകുമെന്ന് അറിയാൻ വയ്യ. അപ്പൊ ഒരു മുഖ്യമന്ത്രിയും 19 മന്ത്രിമാരും എന്ന് പറയുന്നത് പോലെയാണ് സർവദേവതാമയം. ഒരു മന്ത്രിക്കും സ്വതന്ത്രമായ നിലനിൽപ്പില്ല. കാരണം സർക്കാരും മുഖ്യമന്ത്രിയുമാണ് ഓരോ മന്ത്രിയെയും നിലനിർത്തുന്നത്. നാളെ ആരോടും മിണ്ടാതെ പോയി മുഖ്യമന്ത്രി ഒരു എന്താ പറയുന്നത് രാജി എഴുതി കൊടുത്താൽ വീണിതല്ലോ കിടക്കുന്നു. ആധേയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സൂചിപ്പിച്ചാണ് എന്നർത്ഥം. സർവദേവതാമയം. രാവിലെ 3 ഒന്നിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അറിവ് അനുഭവമായി അനുഭൂതിയാക്കണം, അഥവാ അനുഭൂതിയായി അനുഭവിക്കണം. അപ്പൊ അറിവെന്ന് പറയുന്നത് ഇങ്ങനെ കുട്ടയ്ക്കകത്ത് ശേഖരിച്ചു വെച്ചേക്കാനുള്ള ഒരു വസ്തുവല്ല. പിന്നെ മറ്റു അറിവൊക്കെ അതാവാം. കമ്പ്യൂട്ടറിനെ അറിഞ്ഞിട്ട് ആരും സ്വയം കമ്പ്യൂട്ടറായി തീർന്നു ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ ഭഗവാനെ അറിയുന്നവരൊക്കെയോ അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ പറയുന്നത്? ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മത്തെ അറിഞ്ഞവൻ. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ നല്ലൊരു ഉദാഹരണം ഓർമ്മയുണ്ടോ? ഉപ്പുപാവ കടലിന്റെ ആഴമളക്കാൻ പോയതുപോലെ. ശ്രീരാമകൃഷ്ണദേവനെ നമസ്കരിച്ചിട്ട് നമ്മളൊരു ഉദാഹരണം പറയാറുണ്ട്. ഐസ് കട്ട കിണർച്ചു വെള്ളത്തിന്റെ ആഴമളക്കാൻ പോയത്. ഒരു ഐസ് കട്ട ഇങ്ങോട്ട് ഫ്ലോട്ട് ഇട്ടാ എത്ര നേരത്തേക്ക് നിൽക്കും? എന്തുകൊണ്ട്? ഐസ് കട്ട ആധേയവും വെള്ളം ആധാരവുമായിരുന്നു. പെട്ടെന്ന് ആധാരത്തിലേക്ക് അത് മടങ്ങിപ്പോയി. ആശയം മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. എന്നുടേ തത്വം ഇനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട്. നീ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പറയാം. ഭഗവാനെ കുറിച്ചുള്ള തത്വം പറഞ്ഞു, അതായത് പുരുഷനെ കുറിച്ചുള്ള തത്വം പറഞ്ഞു. ഇനിയും പ്രകൃതിയെക്കുറിച്ചുള്ള ഇത് പറയാം. ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഭഗവാനിൽ അന്തർലീനമായ ഭഗവാന്റെ ചൈതന്യം, ശക്തിവിശേഷത്തെയാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്. ഉദാഹരണം, അഗ്നിയിലെ ചൂട്. ഇന്നലെ ഉദാഹരണം പറഞ്ഞിട്ടില്ലേ? ചൂടില്ലാത്ത അഗ്നി, മധുരമില്ലാത്ത പഞ്ചസാര, ഇമ്പോസിബിൾ. അപ്പോൾ അഗ്നിയും അഗ്നിയുടെ ദാഹക ശക്തിയും പ്രത്യേകം പ്രത്യേകം കാണുന്നത് പോലെയാണ് ഭഗവാനെയും ഭഗവാന്റെ പ്രകൃതിയെയും വേറെ വേറെ. നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതിടോ. ഇതിനോടുള്ള കാര്യം ഞാൻ പറയാം. ഞാൻ ആരാണ്? ഞാൻ താൻ മൂലപ്രകൃതി. പിന്നെ എന്നുടെ പതിയായ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. പ്രകൃതിയാണ് സൃഷ്ടിക്ക് കാരണം, മായയാണ് സൃഷ്ടിക്ക് കാരണം. പക്ഷേ മായയ്ക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? ഇല്ല. പിന്നെ സൃഷ്ടിയൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? എന്നുടെ പതിയായ പരമാത്മാവ് തന്റെ. അവിടെ ഒരു പതിപത്നി ബന്ധത്തെയും കൂടി സൂചിപ്പിക്കുന്നു. ഭർത്തൃ ഭാര്യ ബന്ധത്തെയായിട്ട് സൂചിപ്പിക്കുന്നു. പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം. എന്തുകൊണ്ട്? പുരുഷനും പ്രകൃതിയും കൂടി ചേരുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നത്. സാധാരണ കുടുംബങ്ങളിലും അങ്ങനെയാണല്ലോ എന്നർത്ഥം അല്ലേ? പുരുഷനും സ്ത്രീയും വിവാഹിതരായി കുട്ടികളാകുന്നതിനെയാണ് കുടുംബം. കൂടുംബം ഇമ്പമാകുമ്പം കുടുംബം എന്നൊക്കെ പറയുന്നവർ. ആര് കുടുംബം? ഭാര്യയും ഭർത്താവും. അതുപോലെ ആ ബന്ധത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. എന്നുടെ പതിയായ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാൻ ഇവ സൃഷ്ടിക്കുന്നു. പക്ഷെ ഇവിടെ പരമാത്മാവിന് എന്താണ് റോള്? സന്നിധി മാത്രം, മിയർ പ്രസൻസ്, വെറും സാന്നിധ്യം മാത്രമേ ഉള്ളൂ. പിന്നെ സൃഷ്ടികർമ്മം മുഴുവൻ നടത്തുന്നത് ആരാണ്? മായയാണ്. അപ്പൊ സൃഷ്ടിക്ക് കാരണം മായയാണ്. മായയ്ക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിവില്ല. പക്ഷെ പ്രകൃതി പുരുഷന്റെ സാന്നിധ്യത്തിൽ മാത്രം. മയാ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉറപ്പായിട്ട് പറയും, മയാ അധ്യക്ഷേണ, ഞാൻ അധ്യക്ഷനായിട്ടിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ പ്രകൃതി സൂയതേ സചര, ഈ ചരാചരത്തെയൊക്കെ സൃഷ്ടിക്കുന്ന ആരാണ്? പ്രകൃതിയാണ്. പക്ഷെ ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിലോ പ്രകൃതിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പ്രകൃതിയും ജഡമാണ്. മനസ്സിലാക്കണം. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. ചിലയിടത്ത് മൂഢജനം, രാവിലെ വസന്താജി മൂഢജനം എന്നാണ് വായിച്ചത്. ചില ബുക്കില് അത് ചെറിയ ഒരു സംശയമുള്ള വാക്കാണ്. എന്തുകൊണ്ടെന്നാൽ തൽസാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാൽ, എന്നാലെന്നല്ല, രാവിലെ എന്നാൽ എന്നാണ് വായിച്ചത്, എന്നാൽ എന്ന് വായിക്കുന്നവർ എഴുതുന്ന ഒരുപോലാണ്. ശ്രദ്ധിച്ചോളൂ, ബൈ മീ എന്നുള്ള അർത്ഥമാണ് അവിടെ. തൽസാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയല്ല. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഞാനാണ് ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നത്. എന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. മൂഢജനം എന്ന് പറഞ്ഞിട്ട് അതിനൊരർത്ഥം പറയാം, അബുധജനം എന്ന് പറഞ്ഞിട്ട് അതിനൊരർത്ഥം പറയാം, ബുധജനം എന്ന് പറഞ്ഞിട്ട് അതിനും ഒരർത്ഥം പറയാം. മൂന്നിനും അത് തന്നെ പറയുന്നത്. ഇതിലൊക്കെ ബുധജനം എന്നാണ് എഴുതിയിരിക്കുന്നത്. ചിലയിടത്ത് അത് അബുധജനം എന്നാക്കിയിട്ടുണ്ട്, ചിലയിടത്ത് മൂഢജനം എന്നാക്കിയിട്ടുണ്ട്. അത് മൂന്നിനും അതിൻ്റെതായ രീതിയിൽ അർത്ഥം പറയാം. ഇപ്പൊ തൽസ്വരൂപത്തിങ്കൽ ആക്കിയിടുന്നു ബുധജനം എന്ന് പറഞ്ഞാൽ, ബുധജനം എന്ന് പറഞ്ഞാൽ ആരാണ്? ബുധനാഴ്ച ജനിച്ചവരെന്നാണോ? അറിവുള്ളവർ. അറിവുള്ളവരെന്ത് ചെയ്യുന്നു? തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു. ഇതൊക്കെ ഭഗവാനും പ്രകൃതിയും കൂടെ ചേർന്നുള്ളതാണ്. ഭഗവാനാണ് ഇതിനെല്ലാം കാരണം. ഇങ്ങനെ മനസ്സിലാക്കുന്നു. അബുധജനം എന്ന് പറഞ്ഞാലോ, അറിവില്ലാത്തവർ ഇത് മുഴുവൻ ഭഗവാനിലേക്ക് ആരോപിക്കുന്നു. അബുധജനവും മൂഢജനവും ഒരേ അർത്ഥത്തിൽ പറയാം. അവരെന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഭഗവാനിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യും. ഈ പ്രപഞ്ചം മുഴുവൻ അല്ലേ, ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ സൃഷ്ടി ചെയ്തത്? കഷ്ടാദേ സൃഷ്ടിചേഷ്ട നാരായണീയ സംശയിക്കുന്നു. അപ്പൊ അബുധജനമെന്ന് മൂഢജനം എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ അർത്ഥം പറയാം. അറിവില്ലാത്തവരെന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഭഗവാനാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അത് ആ അർത്ഥത്തിൽ താഴോട്ട് മനസ്സിലാക്കാം.
തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് ആ സാക്ഷാൽ നിർവികാര ആത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവത് ചൈതന്യത്തിന് ജനനാദികൾ ഉണ്ടോന്ന് ആർക്കറിയാം? തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാം. അല്ലാത്തവരൊക്കെ ഈ ആനയെ കാണാൻ പോയ കുരുടന്മാരുടെ പോലെ അവിടെ ഇവിടെ നോക്കിയിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അല്ലേ? ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻമഹിമയാർക്കും തിരിക്കരുത്. അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. എല്ലാവർക്കും അറിയാം. ഗുഡ്സ്. നോക്കൂ, ഛന്നത്വമാർന്ന കനൽ പോലെ, ചാരം കൊണ്ട് മൂടിയിരിക്കുന്ന തീക്കനൽ പോലെ, ഉലകിൽ മിന്നുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് ആ ചൈതന്യമാണ്. ആ മഹിമ ഉള്ളതുപോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. അപ്പോഴപ്പോഴ കണ്ടതിനെ എന്നിങ്ങനെ പറയുന്നതേ ഉള്ളൂ. ആരും ശരിക്ക് അറിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മജ്ഞാനം നേടി ആത്മനിഷ്ഠനായ ഒരുവന് മാത്രമേ ഇക്കാര്യങ്ങൾ ബോധിക്കാൻ കഴിയൂ. അതല്ലാതെ സൃഷ്ടിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ദേഹാഭിമാനത്തോടുകൂടി ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ തത്വത്തെ അറിയാൻ സാധിക്കില്ല. പിന്നെ അങ്ങോട്ട് സൂചിപ്പിക്കുന്നത് എന്താ പറയുക, സംക്ഷിപ്ത രാമായണമാണ്. അത് നമ്മളിപ്പോൾ അങ്ങ് നേരെ സ്കിപ്പ് ചെയ്യുന്നു. കാരണം ആ ഭാഗങ്ങളൊക്കെ നമ്മളിനി വായിച്ച് മനസ്സിലാക്കാൻ പോകുന്നതാണ്. പിന്നെ കുറേ താഴോട്ട് വന്നു കഴിയുമ്പോൾ അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നരുളീടിനാൻ ജഗന്നാഥൻ. രാമായണ കഥ മുഴുവൻ കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് മുഴുവൻ പറഞ്ഞു. ദ്വാദശ സ്കന്ധത്തിലെ 12-ാം അധ്യായത്തിൽ ഭാഗവത സംഗ്രഹം കൊടുത്തിരിക്കുന്നത് പോലെ ഇവിടെ രാമായണത്തിലെ സംഭവങ്ങൾ മുഴുവൻ ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയാണ്, യാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. നിരഞ്ജനനായ മായാബന്ധമില്ലാത്ത ഭഗവാൻ, പൂജ്യനായ ആ ഭഗവാൻ എല്ലാവർക്കും മോക്ഷത്തെ നൽകി. അല്ലെ, രാമാവതാരത്തിൽ എല്ലാവർക്കും മോക്ഷം കൊടുത്തു. ഒരാൾ മാത്രം മോക്ഷം വേണ്ടാന്നും പറഞ്ഞ് മാറി. കേട്ടിട്ടുണ്ടോ? ആരാ? കറക്റ്റ്, വിവിധൻ. വിവിധന് ഭഗവാനോടൊന്ന് യുദ്ധം ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായി. പക്ഷെ ആ പക്ഷത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഭഗവാനോട് യുദ്ധം ചെയ്യുക? അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാവരും മുങ്ങിക്കോളൂ എന്ന് പറഞ്ഞു സരയൂ നദിയിൽ. കൂടെ ഉള്ളവരെല്ലാവരും മുങ്ങി മുക്തി നേടി. വിവിധൻ മാത്രം മാറി നിന്നു. എന്നിട്ട് ആ ആഗ്രഹം തീർന്ന എപ്പോഴാണ്? കൃഷ്ണാവതാരത്തിൽ രാമനെന്ന് പേരുള്ള ഒരാളുമായിട്ട് തന്നെ യുദ്ധം ചെയ്തു. ബലരാമനുമായിട്ട് യുദ്ധം ചെയ്തിട്ടാണ് വിവിധവധം. അപ്പം എല്ലാവർക്കും മോക്ഷത്തെ നൽകിയെന്ന് പറഞ്ഞതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇത് ഓർത്തോള്. നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. എന്താ ഇത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയാൻ കാര്യം? എനിക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിവില്ല. ഞാൻ വെറും ജഡമാണ്. ജഡം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിവില്ലാത്തത്. ഈ മൈക്ക് ജഡമാണ് എന്നെപ്പോഴറിയാം? കറണ്ട് പോകുമ്പോഴറിയാം. അപ്പൊ കറണ്ടിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഈ മൈക്കാകുന്നത്. അല്ലെങ്കിൽ വെറുതെ ഒരു ലഡ്ഡു പോലെ ഒരു ഉണ്ട ഇങ്ങനെ ഇരിക്കും എന്നല്ലാതെ. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രകൃതി
ജഡമാണ്. ജഡമായ പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്നത് ചൈതന്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ്. ജഡമായ ഇരുമ്പ് കഷണം അല്ലെങ്കിൽ ഗ്ലാസിന്റെ കഷണം വെളിച്ചത്തെ തരാൻ സമർത്ഥമാകുന്നത്, ശബ്ദത്തെ പുറപ്പെടുവിക്കാൻ സമർത്ഥമാകുന്നത് എപ്പോഴാണ്? വൈദ്യുതി എന്ന ഒരു ചൈതന്യവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. എന്നാൽ വൈദ്യുതിയാണോ ശബ്ദം? വൈദ്യുതി ശബ്ദത്തെ തരുന്നു എന്ന് പറയാൻ പാടുണ്ടോ? അത് ശരിയല്ല അല്ലേ? ഹീറ്ററായിട്ടും ചൂടായിട്ടും തണുപ്പൊക്കെ വരുന്നത് വൈദ്യുതി അല്ല. പിന്നെ ഏത് ഉപാധിയുമായിട്ടാണോ ചേർന്ന് നിൽക്കുന്നത് ആ ഉപാധിക്കനുസരിച്ചുള്ള ഉപാധിയുടെ ഗുണദോഷങ്ങൾക്കനുസരിച്ച ഔട്ട്പുട്ട് എക്സ്പ്രഷൻ കിട്ടും. ശബ്ദം ഉണ്ടാക്കത്തക്കവണ്ണം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇലക്ട്രിസിറ്റിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ശബ്ദത്തെ ഉണ്ടാകും. അപ്പോൾ ശബ്ദത്തിന്റെ ക്വാളിറ്റി ഏതിനെ ആശ്രയിച്ചായിരിക്കുന്നത്? മൈക്കിന്റെ ഗുണദോഷത്തെ ആശ്രയിച്ചാണ്, ഇലക്ട്രിസിറ്റിയെ ആശ്രയിച്ച്. അപ്പോൾ ചൈതന്യം ഏത് ഉപാധിയിൽ കൂടി പ്രവഹിക്കുന്നുവോ ആ ഉപാധിയുടെ അഥവാ എക്യുപ്മെന്റിന്റെ ഉപകരണത്തിന്റെ ഗുണദോഷങ്ങൾക്കനുസരിച്ച് മാത്രമാണ് അതിന്റെ എക്സ്പ്രഷൻ. പിക്ചർ ട്യൂബ് മോശമാണ്, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്ഫോമർ മോശമാണെങ്കിൽ ശബ്ദം കേൾക്കും ടി വിയിൽ. തൊട്ടടുത്ത വീട്ടിൽ നല്ലതായിട്ട് കേൾക്കുന്നു. കാരണം അവർ പുതിയ LCD ഒക്കെ വാങ്ങിച്ചു വെച്ചതേ ഉള്ളൂ. ഒരേ ഇലക്ട്രിസിറ്റിയാണ്, ഒരേ ഏഷ്യാനെറ്റോ സൂര്യായോ അമൃതായോ ഒക്കെയാണ്. പക്ഷെ എന്തുകൊണ്ട് വ്യത്യാസം വരുന്നു? ഏത് ഉപാധിയിൽ കൂടി അത് പ്രവർത്തിക്കുന്നുവോ അതിന്റെ ഗുണദോഷങ്ങൾ മാത്രമാണ് അതിന്റെ പ്രകടനത്തെ. അതുപോലെയാണ്, അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നു ഭഗവാൻ ഇതൊക്കെ. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതൻ ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും. ചിലടത്ത് ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാർ പറയുന്ന അതേ വാചകം അല്ലേ? ഹൃദയം ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, ഒരു വസ്തു ചെയ്യില്ല. ഇങ്ങനെയാണ് ദേവിയെ ഭഗവാനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെയ്യുന്നത് മുഴുവൻ. ഇപ്പൊ ഇലക്ട്രിസിറ്റി എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയാൻ കഴിയുമോ? എന്നാൽ ചെയ്യുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? ഇതൊക്കെ പിന്നെ ആരുടെ മിടുക്കൊണ്ടാണ്? ഇങ്ങനൊരു ബന്ധമില്ല. ബന്ധത്തെ ഇലക്ട്രിസിറ്റിയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും തമ്മിലുള്ള ബന്ധത്തെ പോലെ ഭഗവാനും ആ ചൈതന്യം പ്രകടമാകുന്ന ഉപാധികളെക്കുറിച്ചും മനസ്സിലാക്കണം. നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു. തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. ഭഗവാനാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തതെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. തന്റെ മായയുടെ ഗുണങ്ങളെ താൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാൻ മായാസൃഷ്ടി പോലുള്ള അവതാരങ്ങളെയൊക്കെ സ്വീകരിക്കുമ്പോൾ മനുഷ്യനാട്യത്തിൽ ഭഗവാൻ മായയെ അനുസരിച്ച് അല്ലേ? കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കാണും ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ഭഗവാന്റെ ലീലകളെ അല്ലേ? അത്യന്ത വിഡംബനം. ഭാഗവതത്തിലെ കുന്തിസ്തുതിയിൽ ഭഗവാന്റെ ലീലകളെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ. അത്യന്ത വിഡംബനം, മനുഷ്യനാട്യമാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.